ഒരു വല്ലാത്തൊരു മാനസികമായ സംഘർഷം. ഞാൻ ഇതെല്ലാം കൂടെ സഹിച്ച് നിവൃത്തിയില്ലാതെയാണ് അവർ എന്നെ കാണാൻ വരുന്നത്. അതുപോലെ എന്നെ കാണാൻ വരുന്ന അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസിക്കൽ വിഷാദത്തിൻ്റെ, ഡിപ്രഷൻ്റെ എല്ലാ ലക്ഷണങ്ങളും ടെക്സ്റ്റ് ബുക്ക് ഡിസ്ക്രിപ്ഷനായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളുള്ള ഒരു ലേഡിയായിരുന്നു അദ്ദേഹം. കാരണം ഉറക്കം കിട്ടുന്നില്ല, വിശപ്പില്ല, വല്ലാത്ത കുറ്റബോധം, പിന്നെ ജീവിതത്തിലൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല, ക്രൈം സ്പെൽസ്, എപ്പോഴും കരയുക, ആത്മഹത്യ ചിന്ത, അബ്ദശൂന്യത, ഈ നിലയ്ക്കെല്ലാം കംപ്ലീറ്റ് തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ. എന്തായാലും ഞാൻ ഈ ഹസ്ബൻഡിനെ കിട്ടാൻ വേണ്ടി ഒരു വളരെ സിൻസിയറായിട്ടുള്ള ശ്രമം ഇവരുടെ റിലേറ്റീവ്സ്, അയാളുടെ റിലേറ്റീവ്സ് അവരെയൊക്കെ സംഘടിപ്പിച്ച് നടത്തി. ഒരു കൺസൾട്ടേഷന് ഒരു ഡോക്ടറായ ഹസ്ബൻഡ് വരാൻ ആദ്യം വല്ലാത്ത വിമുഖത കാണിച്ചത്. കാരണം തന്നെ എങ്ങനെയാവും വിലയിരുത്തപ്പെടുക എന്നുള്ളൊരു ഭയം അയാൾക്കുണ്ടായിരുന്നു. ബട്ട് സംഭവിക്കുകയും ഞാനൊരു വളരെ ഫ്രണ്ട്ലി ആയി തുടങ്ങി ഈ കാര്യങ്ങൾ സംസാരിക്കാൻ. അയാൾ കുറച്ച് കാര്യങ്ങൾ ഒരു അതിഥി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. പുനലൂരിൽ നിന്നും സുദർശന സംസാരിച്ചോളൂ. ഹലോ ഹലോ സാറേ, നമസ്കാരം. നമസ്കാരം സുദർശന, പ്ലീസ്. സാറ് പുനലൂര് വന്നപ്പോ ഞാൻ കണ്ടിരുന്നു. അന്നത്തെ പ്രോബ്ലം അല്ല ഇന്നുള്ളത്. അന്നത്തെ പ്രോബ്ലം ഒക്കെ സോൾവ് ആയി. അതിന് സാറിന് വളരെ താങ്ക് യു പറയുക. സന്തോഷം. പിന്നെ സാറേ, പിന്നെ ഇപ്പൊ പറഞ്ഞത് എന്റെ ഒരു 34 വയസ്സുള്ള ഒരു ചേച്ചിയുടെ മകളാണ്. അപ്പൊ ആർമിയിൽ സർവീസ് ആയിരുന്നു മകളുടെ ഹസ്ബൻഡിന്. അത് ശരി. ഇപ്പം വന്നിട്ട് പോലീസില് റിട്ടയർഡ് ആയതിനു ശേഷം പോലീസിൽ കയറിയിട്ടുണ്ട്. അപ്പൊ മാനസികമായിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുള്ള പരിഗണനയോ സ്നേഹമോ കിട്ടുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കുറ്റബോധം അവളിൽ തോന്നി. അതിപ്പോ അങ്ങ് വലിയ പ്രശ്നമായിട്ടാണ് നിലനിൽക്കുന്നത്. കുടുംബബന്ധം വരെ അകലാനുള്ള ഒരു പരിസ്ഥിതിയില്ല. അദ്ദേഹം ഇച്ചിരി ഒരു മൂർഖന്റെ സ്വഭാവമുള്ള ഒരാളാണ്. അങ്ങനെ തന്നെ പച്ചയായിട്ട് അങ്ങ് പറയാം സാറേ. മൂർഖന്റെ സ്വഭാവമുള്ള ആളാണെങ്കിൽ ഈ ഭാര്യ മകുടി ഊതുന്ന ഒരു പാമ്പാട്ടിയാവണം. ഭർത്താവ് മൂർഖനാവണമെങ്കിൽ നല്ല ഒരു പാമ്പാട്ടി, മകുടി ഊതുന്ന ഒരു പാമ്പാട്ടി ആയി കഴിഞ്ഞാൽ മൂർഖനെ പതുക്കെ നമുക്ക് തളയ്ക്കാമല്ലോ, കൂടയിൽ കയറ്റാം. കൗൺസിലിങ്ങിന് കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ട് സാറേ? തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഓപ്ഷനാണല്ലോ തീർച്ചയായിട്ടും ചിന്തിക്കാൻ പറ്റുന്നത്. അപ്പം സുദർശന അങ്ങനെ ഒരു ഓപ്ഷൻ ശ്രമിച്ചു നോക്കുക. നമുക്ക് സാധിക്കുന്നത് മാക്സിമം ശ്രമിക്കാം. ഓക്കേ സർ, താങ്ക് യു. വെൽക്കം. പ്ലീസ്. ഓക്കെ. കൊല്ലത്ത് നിന്ന് സുദർശന. ഓക്കെ. അപ്പോൾ ഇവരെ ഞാൻ കാണുന്ന അവസ്ഥയിൽ ഈ ലേഡി, ഞാനിപ്പോൾ സംസാരിക്കുന്ന ലേഡി ഹണി, ഒരു വിഷാദത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒരു വിഷാദ രോഗം, പിന്നെ ഒരു എൻഡോജനസ് ഡിപ്രഷൻ എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ ബാഹ്യമായ കാരണങ്ങളില്ലാതെ തന്നെ മിക്കവാറും ഒരു ബയോകെമിക്കൽ റീസൺ കാരണം ഉണ്ടാകുന്ന ഡിപ്രഷൻ എന്ന് കാണുന്നതിനപ്പുറം ഒരു റിയാക്റ്റീവ് ഡിപ്രഷൻ, ഈ ജീവിത സാഹചര്യങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പിരിമുറുക്കങ്ങളും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും, പ്രോബ്ലംസ് ഇൻ ഡെയിലി ലിവിങ് ലൈഫ് എന്ന നിലയ്ക്ക് കണ്ട ശേഷമായിരുന്നു ഞാൻ ഈ ഡോക്ടറെ കണ്ടെത്താനും കിട്ടാനും ശ്രമിച്ചത്. പക്ഷെ കുറച്ച് ശ്രമിച്ചു പോയപ്പോൾ അയാളെ കിട്ടി. അയാളെ റിലേറ്റീവ്സും ഈ ലേഡിയുടെ റിലേറ്റീവ്സും ഒക്കെ കൂടി ശ്രമിച്ചപ്പം ഈ എഗ്രി ടു കം. അപ്പോൾ വന്നപ്പോൾ വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അയാളെങ്ങനെ കാണപ്പെടും, അയാളെങ്ങനെ വിധിക്കപ്പെടുമോ എന്നുള്ള ഭയമൊക്കെ ഉണ്ടായിരുന്നു. വെദർ വിൽ ബി ജഡ്ജ്മെൻ്റൽ. പക്ഷേ കുറച്ച് ഒരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നു, ഒരു റാപ്പൊക്കെ ഉണ്ടാകുന്നു. ആ നിലയ്ക്ക് സംസാരിച്ച് പോകുമ്പോൾ പിന്നെ അയാൾ കുറച്ചുകൂടി അയാളുടെ ഒരു എന്താ പറയുക, അയാൾക്കുണ്ടായിരുന്ന ബ്ലോക്കുകൾ, അയാളെ തന്നെ ബ്ലോക്ക് ചെയ്ത് അയാളുടെ ലോകത്ത് നിൽക്കുകയായിരുന്നു. ആ ബ്ലോക്കുകൾ മാറ്റുവാനും അയാളിലേക്ക് ഒന്ന് കണ്ണോടിക്കുവാനും അയാൾക്ക് തന്നെ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുവാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താൻ തുടങ്ങി. അങ്ങനെ കുറേ മാറ്റങ്ങൾ അയാളുടെ ഈ കുട്ടിയുമായിട്ടുള്ള വൈഫുമായിട്ടുള്ള ഇടപെടലിലുണ്ടാകുന്ന ഇൻറ്റിമസി, പിന്നെ ഈ വേണ്ടാത്ത ഇങ്ങനെയുള്ള വീട്ടിൽ വന്നിട്ടും ചാറ്റിങ്ങും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, ഫ്ലേട്ടിങ്, അതിനൊക്കെ ഒരു നിയന്ത്രണം, ബ്രേക്കിടൽ, ഇത് ഒരു ഭാഗത്ത് തീർച്ചയായിട്ടും ഒത്തിരി ഉണ്ടാക്കുവാൻ സാധിച്ചു. ഒപ്പം തന്നെ ഈ ലേഡി ഒരു ബ്ലോഗ് എഴുത്തുകാരിയാൻ തുടങ്ങി. തലശ്ശേരിയിൽ നിന്നും മൊയ്തു സംസാരിച്ചോളൂ. ഹലോ മൊയ്തു, പ്ലീസ് പറയൂ. നമ്മള് ഭാര്യക്ക് ഇങ്ങനെ മാനസികമായിട്ട് ഇപ്പൊ ഒരു കൊല്ലത്തിന് നേരത്തോളായി. ഭാര്യക്ക് മാനസികമായിട്ട് ഇപ്പൊ ഗുളിക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുളിക കഴിക്കുന്നുണ്ട്.
മാനസികമായിട്ട് ഇപ്പൊ ഒരു കൊല്ലത്തിന് മേലെയായി ഇങ്ങനെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആഹാ. ഇത് ഭാര്യയ്ക്ക് മാനസികമായിട്ട് ഇതെന്ന് പറഞ്ഞപ്പോൾ എന്താണ് മാനസികമായിട്ടുള്ള പ്രശ്നം? അത് എന്താന്ന് അറിയുന്നില്ല. പിന്നെ ഭാര്യ പോച്ചത് ഇങ്ങനെയാണ്ടല്ല പറയുന്നത്. എന്ത് പറയുന്നു? ഭാര്യ പോച്ചത് പിന്നെ പല സ്ഥലത്തും വേദന, പിന്നെ മനസ്സ് സമാധാനമായിട്ട് ഒന്നും കഴിയുന്നില്ല, പല സ്ഥലത്തും വേദന. ഇത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറെ കാലമായോ ഇത് തുടങ്ങിയിട്ട്? അതിപ്പോ ഒരു കൊല്ലത്തിന്റെ മേലെയായി. ഒരു കൊല്ലം കൊണ്ട്. എത്ര വയസ്സായി ഭാര്യയ്ക്ക്? ഭാര്യക്ക് ഇപ്പൊ 55 വയസ്സായിട്ടുണ്ടാവും. അത് ശരി. പിന്നെ എന്തെങ്കിലും മനസ്സിന് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് ഭാര്യയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? വല്ല ഇപ്പോഴും എന്തെങ്കിലും ഈ ഒരു വർഷത്തിന് മുൻപായിട്ട് എന്തെങ്കിലും പ്രതിസന്ധികളോ സ്ട്രെസ് പിരിമുറുക്കങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇത്? ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ. എന്നിട്ടിപ്പോൾ ഗുളിക കഴിച്ചപ്പോൾ എങ്ങനെ ഉണ്ടാവുന്നു? വ്യത്യാസമുണ്ടോ? ഒരു മാറ്റവും കാണുന്നില്ല. എത്ര കാലം ഗുളിക കഴിച്ചു? ഇപ്പൊ ഒരു കൊല്ലത്തിന്റെ മേലെ കഴിയും. ശരി. ഇപ്പം ഇവരുടെ ഉറക്കമൊക്കെ എങ്ങനെയുണ്ട്? ഉറക്ക് തുടങ്ങിയ വീട് ഉറക്കെല്ലാം കുറച്ച് പിന്നെ പ്രശ്നത്തിലായിരുന്നു. ഇപ്പൊ ഉറക്കുണ്ട്. ആദ്യം തുടങ്ങിയപ്പോൾ ഉറക്കം ഉണ്ടായിരുന്നോ? തുടങ്ങിയപ്പോ ഉറക്കം കുറവാണ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഉറക്കമുണ്ട്. പക്ഷെ എങ്കിലും ശരീരത്തിലെ വേദന അവിടെയൊക്കെ പറയുന്നുണ്ട്. ഒന്നും ചെയ്യാനുള്ള താല്പര്യമില്ല. പണിയെടുക്കാനൊന്നും താല്പര്യമില്ലാത്തൊരവസ്ഥയിലാണ്. ഈ മിക്കവാറും ഈ മൊയ്തു പറഞ്ഞു വരുമ്പോൾ ഒരു വിഷാദം, ഞാൻ ഈ പറഞ്ഞ ഈ സംഭവത്തിലെ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ പോലുള്ള ഒരു വിഷാദത്തിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് മൊയ്തുവിൻ്റെ വൈഫിനുള്ളതായിട്ട് മൊയ്തു പറയുന്നത്. റൈറ്റ്? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താ നിശ്ചയിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ നിങ്ങൾ ഈ കാണുന്ന ഡോക്ടർ തന്നെ ഇവർക്ക് ഡയബറ്റീസ് പോലത്തെ അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ റൂൾ ഔട്ട് ചെയ്ത ശേഷം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷാദ രോഗമാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതിന് മനഃശാസ്ത്ര ചികിത്സ കൂടെ നൽകുന്നത്, സൈക്കോതെറാപ്പി കൂടെ നൽകുന്നത് തീർച്ചയായിട്ടും ഗുണകരമായിരിക്കും. ഒപ്പം തന്നെ മൊയ്തുവിൻ്റെ ഭാഗത്ത് നിന്നും കഴിയുന്ന നല്ല സപ്പോർട്ട്, കുറച്ച് അവരോട്ട് സംസാരിക്കുക, സപ്പോർട്ട് നൽകുക, അവരെ കഴിയുന്ന കൂടെ എൻഗേജ് ചെയ്യുക, അവർക്ക് ഇഷ്ടമുള്ള കൊച്ചു കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുക, സമ്മതിക്കുക. അത് ഭക്തിയാവാം, അല്ലെങ്കിൽ കലാപരമാവാം, സാമൂഹികമായി ഇടപെടുന്ന കാര്യങ്ങളാവാം, അത്തരം കാര്യങ്ങൾ സമ്മതിക്കുക, ഒരു സപ്പോർട്ട് നൽകുക, ആ നിലയ്ക്ക് നൽകുകയും ഒപ്പം മനഃശാസ്ത്ര മരുന്ന് ചികിത്സകൾ കൂടി സംയോജിതമായി നൽകിയാൽ സാധാരണഗതിയിൽ വിഷാദം വളരെ വേഗം പ്രതികരിക്കുന്ന, നല്ലവണ്ണം റെസ്പോണ്ട് ചെയ്യുന്ന, ചികിത്സയ്ക്ക് നല്ല റിസൾട്ട് നൽകുന്ന ഒരു മാനസിക അനാരോഗ്യാവസ്ഥയാണ്. തീർച്ചയായിട്ടും അതിനാണെങ്കിൽ മാറ്റം നല്ലവണ്ണം ഉണ്ടാവേണ്ടതാണ് സാധ്യത. മൊയ്തു, ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അതിനുശേഷം ഈ ലേഡി ഒരു ബ്ലോഗ് എഴുത്തുകാരിയാകുന്നു. പിന്നെ അതിലൂടെ അയാളുടെ കവിതകൾ അത് പുറത്തറിയപ്പെടുന്നു. ഒരുപാട് ആൾക്കാർ അപ്രീസിയേഷൻ നൽകുന്നു. അങ്ങനെ ഒരു നഷ്ടപ്പെട്ടുപോയ തൻ്റെ ലോകം മറ്റൊരു ഭാഗത്തുകൂടി വീണ്ടെടുക്കുകയും ഒരു പക്ഷേ അല്ലെങ്കിൽ വെർച്വൽ വേൾഡിലെങ്കിലും അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു ഭാഗം, മറുഭാഗം ഭർത്താവിൽ നിന്നും വന്ന കുറേ മാറ്റങ്ങൾ, അതിലൂടെ കൂടി വീണ്ടും ഒരു പുതിയ പ്രഭാതത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ ഈ ഒന്നാറാംഗേരിക്ക് സാധിച്ചു. പരാജയപ്പെട്ടില്ല, മുന്നോട്ട് നീങ്ങുന്നു. ഞാൻ ഇതിൻ്റെ ഈ ഒരു കേസിൽ നിന്ന് ഞാൻ ഡിസ്കസ് ചെയ്യേണ്ട പ്രാധാന്യം പ്രീ മെരിറ്റൽ കൗൺസിലിംഗ്, വിവാഹത്തിന് മുൻപുള്ള കൗൺസിലിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ചേർച്ച എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം അറിയേണ്ട അത്യാവശ്യമാണ്. ചേർച്ച ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ലെന്ന് അറിയേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് മാരേജിലൊരു വിഷയമുണ്ടെങ്കിലും ഒരു മനഃശാസ്ത്രജ്ഞനെ കാണേണ്ടത് ആവശ്യമാണ്. ആ വിഷയം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യ പ്രശ്നമാണ് എന്ന് ഒരുപക്ഷെ തിരിച്ചറിയുവാനും അതിന് വേണ്ട സഹായം നൽകുവാനും സാധിച്ചാൽ ഒരു കുടുംബം, ഒരു തലമുറ തന്നെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിട്ട് അത് മാറും. വളരെ നന്ദി ഡോക്ടർ മൈൻഡ് വാച്ചിൽ ഈ വിഷയവുമായി ചർച്ച ചെയ്യാൻ സഹകരിച്ചതിന്. അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. മൈൻഡ് വാച്ച് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.